ഇത് വരാനുള്ള കാരണങ്ങൾ വേറെയുണ്ട്. അതിന് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ പോലും ബാധകമല്ല. മെലിഞ്ഞ പ്രകൃതക്കാരായിരിക്കും എന്നാണ് പൊതുവെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതമനുഭവിക്കുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഡയബറ്റിക്സ്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. കോട്ടക്കൽ HMS ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനും വെട്ടിച്ചിറയിലെ ഡയബറ്റിക്സ് ആൻഡ് ഫുഡ് കെയർ സെൻ്ററായിട്ടുള്ള ആർദ്രം ഡയാകെയറിൻ്റെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ ആസിഫ് അലി തയ്യിൽ MD ആണ് നമുക്ക് മുന്നിലുള്ളത്. അദ്ദേഹത്തോട് നമുക്ക് ഡയബറ്റിക്സിനെ കുറിച്ച്, അത് വരാനുള്ള കാരണങ്ങളെക്കുറിച്ച്, അത് വന്നാൽ പ്രതിരോധിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ആസിഫ് അലിക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം. അസ്സലാമു അലൈക്കും ഡോക്ടർ. വഅലൈക്കും അസ്സലാം. ഡോക്ടറെ, ഹോർമോണുകളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഡയബറ്റിക്സിനെ സംബന്ധിച്ചൊക്കെ വളരെയേറെ സ്പെഷ്യലൈസ് ചെയ്ത അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണല്ലോ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റിക്സിനെ കുറിച്ച് അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വിഷയങ്ങളാണ് ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ഒരു രോഗിയായി കഴിഞ്ഞ് വളരെ രോഗത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ എത്തുമ്പോഴാണ് ഇതൊരു രോഗമാണ്, ഡയബറ്റിക്സ് തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. സാധാരണക്കാരെ അങ്ങനെ എത്രയോ ആൾക്കാർ അബദ്ധത്തിൽ ചാടുകയും ഈ അവസാന ഘട്ടത്തിലെത്തി ഓപ്പറേഷനൊക്കെ വിധേയമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് ഈ ഡയബറ്റിക്സ് എന്ന് ഡോക്ടർക്ക് ഒന്ന് സാമാന്യമായിട്ട് പറയാൻ പറ്റുമോ? ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. കാരണം കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും, അല്ലെങ്കിൽ അടുത്തുള്ള കുടുംബങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഇപ്പം പ്രമേഹ രോഗങ്ങളില്ലാത്ത കുടുംബങ്ങൾ തന്നെ കുറവാണ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ശരിക്ക് നമ്മുടെ ഒരു മെറ്റബോളിക് അസുഖമായിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രശ്നം വരുന്നത് രക്തക്കുഴലുകൾക്കാണ്. വാസ്കുലർ സിൻഡ്രോം, മെറ്റബോളിക് വാസ്കുലർ സിൻഡ്രോം എന്നാണ് അതിന് പറയാം. ബേസിക്കലി ഇത് പാൻക്രിയാസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖമാണ്. അതല്ലാതെ പാൻക്രിയാസിന് ബന്ധമില്ലാതെ ഉണ്ട് ചില തരങ്ങൾ, പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ളതും എല്ലാം പാൻക്രിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഹോർമോൺ ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഒരുപാട് ഹോർമോണുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോർമോണുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതേപോലെ അതിൻ്റെ ഫങ്ഷനിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെയാണ് പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത്. ഇതിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനവും അതേപോലെ ഇൻസുലിൻ ഹോർമോൺ വർക്ക് ചെയ്യാൻ ഇതിലൊക്കെയുള്ള വ്യത്യാസങ്ങളാണ് പ്രമേഹം ഉണ്ടാക്കുന്നത്. ബേസിക്കലി പാൻക്രിയാസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹോർമോണിൻ്റെ ബാലൻസ് തെറ്റുകയും ഇൻസുലിൻ കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസുഖം. ഞാനൊരു ഡയബറ്റിക് രോഗിയാണ് എന്ന് എങ്ങനെയാണ് ഒരു ഡോക്ടറെ കാണാതെ തന്നെ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ പഠനങ്ങൾ കാണിക്കുന്നത് 60% രോഗികൾ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ ഉള്ളത്, അതേപോലെ ഡയബറ്റീസിൻ്റെ വാല്യൂകൾ ഡയബറ്റിക് റേഞ്ചിൽ എത്തിയവർ പോലും 60% ആളുകൾ പോലും ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത്. വളരെ വൈകിയാണ് പലപ്പോഴും തിരിച്ചറിയാറുള്ളത്. ഇതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാമത് നമുക്ക് കുടുംബത്തിലുണ്ടെങ്കിൽ പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട, ജനറ്റിക് ഫാക്ടർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതേപോലെ പിന്നെയും പല കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലുണ്ട്. പക്ഷേ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്ന് പറയും, നമുക്കിത് വരാൻ സാധ്യതയുള്ള ജീനിൻ്റെ പ്രശ്നങ്ങളുണ്ടോയെന്ന്. അങ്ങനെ ഒരു കുടുംബത്തിൽ നമുക്ക് ഉപ്പാക്കോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ പ്രമേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ജാഗ്രത ഉള്ളത് നല്ലതാണ്. കാരണം ഇപ്പം പ്രമേഹം വളരെ നേരത്തെ വന്നു തുടങ്ങുന്നുണ്ട്. പ്രധാനമായിട്ട് അപ്പോൾ ജനറ്റിക്കാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉള്ളവർക്ക് ഇത് വരാനുള്ള കാരണങ്ങൾ വേറെയുണ്ട്. അതായത് ചിലർക്ക് ജീൻ ഉണ്ടെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്തുകൊള്ളുന്നില്ല. കാരണം അവരുടെ ജീവിതശൈലി, അതേപോലെ തന്നെ വേറെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഭക്ഷണത്തിൻ്റെത്, ഇതൊക്കെ അതിനെ ബാധിക്കും. അപ്പോൾ നല്ല ലക്ഷണത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് അറിയുന്നതിൽ വലിയ
എന്താ പറയുക, അപ്പോഴേക്കും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസിൻ്റെ കുറേ ഫംഗ്ഷൻ, ബീറ്റാ സെല്ലിൻ്റെ ഒക്കെ ഫംഗ്ഷൻ കുറഞ്ഞിട്ടുണ്ട്. തുടക്കം സ്റ്റേജിലൊക്കെ അറിയാൻ നമ്മൾക്ക് എപ്പോഴും ഇതിനെ പറ്റിയിട്ട് ഒരു മൈൻഡിലൊരു അവയർനെസ് വേണം. കാരണം ഇത് എനിക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൂടുതലായിട്ട് ക്ഷീണങ്ങൾ, അതേപോലെ തന്നെ ദാഹം, അമിതമായിട്ട് മൂത്രം ഒഴിക്കുന്ന അവസ്ഥ, അതുപോലെയുള്ള ലക്ഷണങ്ങളാണ് കുറച്ച് ഷുഗറിൻ്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാലുണ്ടാവും. വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ക്ഷീണം തോന്നും, പിന്നെ ഈ മൂത്രം എപ്പോഴും പോകുന്നതായിട്ട് തോന്നും, ദാഹം കൂടുതലുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതെ അതെ. പക്ഷേ നമ്മൾ ഇപ്പോൾ മീൻസ് മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്യാണ്. അതേപോലെ എല്ലാത്തിലും നമ്മൾ നേരത്തെ ഇതെങ്ങനെ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജുകളുണ്ട് ഡയബറ്റീസിന്. അതിന് ഫസ്റ്റ് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയും. ആ സ്റ്റേജിൽ നമുക്കിത് പിക്ക് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് നോർമൽ അവസ്ഥയിലോട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഇനിയൊരു വലിയ ഡയബറ്റിക് ബൂമിലോട്ടാണ് പോകുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഡയബറ്റീസിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ എങ്ങനെ ഇതിനെ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പാങ്ക്രിയാസ് ഗ്രന്ഥി രണ്ട് തരം ഡയബറ്റീസ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ടൈപ്പ് 1, ടൈപ്പ് 2 കേട്ടിട്ടുണ്ടാവും. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസ് ഗ്രന്ഥി നശിച്ചു പോകുന്ന ഒരു അസുഖമാണ്. അതായത് പാങ്ക്രിയാസ് ഗ്രന്ഥിക്കെതിരെ നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശക്തി വർക്ക് ചെയ്യാം. ബാക്ടീരിയ, വൈറസിനൊക്കെ കൊല്ലേണ്ട പ്രതിരോധ ശക്തി നമ്മുടെ പാങ്ക്രിയാസ് ഗ്രന്ഥിയുടെ പ്രോട്ടീനുകൾ നശിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു അസുഖമാണ്. അത് വളരെ ചുരുക്കം ആൾക്കാർക്കേ അതുള്ളൂ. ടൈപ്പ് 1 അത് പ്രകടമാവുന്നത് ഒരു കുട്ടികൾ മീൻസ് 20 വയസ്സിന് മുമ്പാണ്. ഏറ്റവും കൂടുതൽ പ്രസൻറ്റേഷൻ 10ൻ്റെയും 14ൻ്റെയും വയസ്സിൻ്റെ ആ റേഞ്ചിലാണ് ഉണ്ടാവുക. കുട്ടി വളരെ മെലിഞ്ഞു വരിക, അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള ലക്ഷണങ്ങൾ, ഇതൊക്കെയാണ് അതിൻ്റെ ടൈപ്പ് 1ൻ്റെ. ടൈപ്പ് 2 ഡയബറ്റീസ്, ഇപ്പോൾ ടൈപ്പ് 1 നമുക്ക് മുൻകൂട്ടി അറിയാനോ ഒന്നും, കാരണം അതിന് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ പോലും ബാധകമല്ല. കുടുംബത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല ആർക്കാണിത് വരിക. അപ്പം അത് മിക്കവാറും കേസുകളിൽ നമ്മളത് ഡയബറ്റീസ് വന്ന് കുറച്ച് ഷുഗർ കൂടിയതിന് ശേഷമാണ് ടൈപ്പ് 1 കണ്ടുപിടിക്കാൻ പറ്റാറ്. പക്ഷേ അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഏറ്റവും കൂടുതലുള്ളത് ടൈപ്പ് 2 ഡയബറ്റീസാണ്. സാധാരണ കണ്ടുവരുന്ന നമ്മുടെ ഡയബറ്റീസ്, കുടുംബത്തിലൊക്കെയുള്ള ഡയബറ്റീസ്. അതിലെന്താന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, മറ്റേതിൽ ഇൻസുലിൻ. ഡോക്ടർ, ഒരു ചോദ്യം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ. ടൈപ്പ് 1 ഉണ്ടായ ആൾക്കാർക്ക് ഒരു 14 വയസ്സ് വരെ ആണ് അധികം ഉണ്ടാകുമെന്ന് പറഞ്ഞത്, കണ്ടുപിടിക്കാനൊരിതുമില്ല. അപ്പോൾ എങ്ങനെ നമ്മളിത് തിരിച്ചറിയും ടൈപ്പ് 1ൻ്റെ? ടൈപ്പ് 1 കുട്ടികൾ പ്രത്യേകിച്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് അറിയുന്നത്? പ്രത്യേകിച്ച് കുട്ടികൾ പറഞ്ഞു തരണമെന്നില്ല, ബോധവാന്മാരും ആയിരിക്കില്ല. അപ്പോൾ നമ്മളെങ്ങനെ, രക്ഷിതാവ് എങ്ങനെ കുട്ടികളുടെ ശരീരം മെലിഞ്ഞു വരിക, അതേപോലെ തന്നെ കുട്ടിക്ക് ഭയങ്കര ക്ഷീണം, എപ്പോഴും ക്ഷീണം തോന്നുക, ക്ഷീണം, ദാഹം, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് മൂത്രമൊഴിക്കുന്നുണ്ടാവും. ഈ ലക്ഷണങ്ങൾ അതിൻ്റെ ഒപ്പം മെലിഞ്ഞ പ്രകൃതക്കാരായിരിക്കും എന്നാണ് പൊതുവേ. കാരണം ആദ്യം മുതൽ തന്നെ ഇൻസുലിൻ നമ്മളെ തടിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ഈ കുട്ടികൾ പൊതുവെ മെലിഞ്ഞിരിക്കും. അത് അതിനേക്കാളും കൂടുതൽ നന്നായിട്ട് മെലിയുന്ന ഒരവസ്ഥയൊക്കെ വരുമ്പോഴാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 1 കാണിക്കുക. ഞാൻ ഇത് കണ്ടുപിടിക്കാൻ പ്രയാസം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ പലപ്പോഴും അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല കൂടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് പലപ്പോഴും കണ്ടുപിടിക്കാറുള്ളത്. കീറ്റോഅസിഡോസിസ് എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിലെ ആസിഡിൻ്റെ അളവൊക്കെ കൂടുന്ന അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കുക. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദന ശേഷിയുണ്ട്, പാങ്ക്രിയാസിന് ആസച്ച് പ്രശ്നങ്ങൾ ഇല്ല. പക്ഷേ അതിൽ ഉൽപ്പാദനത്തിൽ കുറച്ച് കുറവുണ്ട്, ഡിസ്ഫങ്ഷൻ ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇൻസുലിന് വർക്ക് ചെയ്യാനുള്ള ഒരു കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം കുറവാകും എന്ന് പറഞ്ഞാൽ ശരീരം ഇൻസുലിനോട് റെസിസ്റ്റ് ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 മുതൽ 75 യൂണിറ്റാണ് ഒരു ദിവസം ഒരാളുടെ ശരീരത്തിൽ സാധാരണഗതിയിൽ ഇൻസുലിൻ ഉൽപ്പാദനം. 75 യൂണിറ്റ്.
എന്നാൽ ആ 60 മുതൽ 75 യൂണിറ്റ് ഇൻസുലിൻ കൊണ്ട് അത്രയും നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ വരാം. മനസ്സിലായി? ഇൻസുലിൻ്റെ വർക്ക് നടക്കാതിരിക്കാം. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി സ്വാഭാവികമായിട്ടും ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടും. കാരണം 2 മില്ലിഗ്രാം ശരീരത്തിൽ ഷുഗറിൻ്റെ വ്യത്യാസം വന്നാൽ പോലും ഡിറ്റക്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? പാൻക്രിയാസിന് പറ്റും. അപ്പോൾ ഷുഗർ കൂടുന്നു എന്ന് കണ്ടാൽ, ഇൻസുലിൻ വർക്ക് കുറവാണെന്ന് കണ്ടാൽ ഇൻസുലിൻ്റെ അളവ് പാൻക്രിയാസ്. ആ ഒരു സ്റ്റേജ് ആണ് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന സ്റ്റേജ്. മനസ്സിലായോ? അതായത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടിയ സമയം. അതായത് ശരിക്കൊരു ഷുഗർ വരുന്നതിൻ്റെ ഒരു 5 മുതൽ 5-6 കൊല്ലം മുമ്പ് ഇത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വേണ്ടതിനേക്കാളും ഇരട്ടിയൊക്കെ ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ തടിച്ചു വരും. അതായത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കൂടാൻ തുടങ്ങും. ഈ വെയിറ്റ് കൂടുന്ന അവസ്ഥകൾ കണ്ടാൽ, ഒബീസിറ്റിയിലോട്ട് കയറുന്നത് കണ്ടാൽ നമ്മൾ ചെക്ക് ചെയ്യാണ് വേണ്ടത്. ഫാസ്റ്റിംഗ് ഷുഗർ നോക്കണം. പെട്ടെന്ന് തടി കൂടുന്നത് കണ്ടാൽ പെട്ടെന്ന് തടി നമ്മൾ ചെക്ക് ചെയ്യും. അതായത് കുടുംബത്തിൽ ഷുഗർ ഉണ്ട്, നമ്മൾ മുമ്പത്തേനേക്കാളും പെട്ടെന്ന് വെയിറ്റ് കൂടാൻ തുടങ്ങിയാൽ, അതേപോലെ വയറിൻ്റെ ഭാഗമൊക്കെ കൂടാൻ തുടങ്ങിയാൽ നമ്മൾ എനിക്ക് ഷുഗർ വരുന്നതിന് മുന്നോടിയാണോ ഇത് പ്രീ ഡയബറ്റിക് സ്റ്റേജിലോട്ട് ഞാൻ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് എൻ്റെ പുതിയ അറിവാണ്. കാരണം സാധാരണ ആൾക്കാർ പറയാറുണ്ട്, നീ ഇങ്ങനെ മെലിഞ്ഞു വരുന്നുണ്ടല്ലോ, എന്താ ഷുഗർ ഉണ്ടോ എന്നാണ് ചോദിക്കാറ്. തടിച്ചു വരുന്നതിന് ഷുഗർ ഉണ്ടോ എന്നാലും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ തടിച്ചു വന്നാലും ഷുഗർ ഉണ്ടെന്ന് അങ്ങനെയല്ല, തടിച്ചു വന്നത് ഷുഗറിൻ്റെ മുന്നോടിയാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ഡിറ്റക്ട് ചെയ്യുന്നത് മെലിയുമ്പോഴാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ അറിയുന്നുള്ളൂ. നമ്മൾ അതിന് മുമ്പ് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പം ശ്രമിക്കുന്നത്. ഈ പ്രീ ഡയബറ്റിക് ഹൈപ്പർ ഇൻസുലിനേമിക്, അതായത് ഇൻസുലിൻ കൂടിയ പ്രീ ഡയബറ്റിക് സ്റ്റേജ് കഴിഞ്ഞിട്ടൊരു സ്റ്റേജ് ഉണ്ട്, ഇൻസുലിനോപീനിക് സ്റ്റേജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചാൽ ഏത് ഗ്രന്ഥിയും എക്സോഷനിലോട്ട് പോകും, ക്ഷീണത്തിലോട്ട് പോകും. ആ ക്ഷീണത്തിലോട്ട് പോയി ബീറ്റാ സെല്ലുകളുടെ ഫങ്ഷൻ കുറഞ്ഞിട്ട് ഇൻസുലിൻ ഉൽപ്പാദനം വളരെ കുറയും. ആ സ്റ്റേജിൽ നമ്മൾ മെലിയാൻ തുടങ്ങും. അപ്പോഴാണ് പൊതുവെ ഷുഗർ കണ്ടെത്തുന്നത്.